ജാതി നിർമൂലനം എന്നുള്ളത് എനിക്ക് തന്നെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാനത് ആലോചിച്ചു, അത് ഒരു ദലിതൻ തന്നെ ചെയ്യുന്ന കുറേ കൂടി ഒരു ഇതാവുന്നത്. അങ്ങനെ ഒരു പറ്റിയ ആളെ തിരഞ്ഞെടുക്കുമ്പോഴാണ് ടി കെ നാരായണൻ സാറിന് പറ്റി പറഞ്ഞു. ഞാൻ മൂപ്പരെടുത്ത് പോയി കണ്ടു. മൂപ്പർ പറഞ്ഞു, മൂപ്പർ ഭയങ്കര ഹാപ്പി. അങ്ങനെ മൂപ്പർ ചെയ്യാന്ന് പറഞ്ഞു. ടി കെ നാരായണൻ സാറ് യഥാർത്ഥത്തിൽ എവിടെയാണ് താമസിക്കുന്നത്? തിരുവനന്തപുരത്ത് പട്ടത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. മൂപ്പരാണല്ലേ നേരത്തെ അംബേദ്കറൊക്കെ ആയിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജോലിക്ക് വേണ്ടിയിട്ട് BA അന്ന് 2 BA-ക്കാരായിരുന്നു പിന്നെ ദലിതരുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ദിവാൻ പിന്നെ രാമസ്വാമി ജോലി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പിന്നെ ആദ്യം പിന്നെ അങ്ങോട്ട് പോയി, ഡൽഹിയിൽ പോയി സ്ഥലത്ത് അവിടുന്ന് പിന്നെ അവിടെ സെക്രട്ടേറിയറ്റിൽ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പുള്ളിക്ക് അവിടെ ഒരു ജോലി കിട്ടി. അങ്ങനെ അത് ഏത് വർഷത്തിലായിരിക്കും അതൊക്കെ? സ്വാതന്ത്ര്യത്തിന് ശേഷം? അതായത് പുള്ളി അവിടുന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് 73-ലാണ്. 73 തിരിച്ചെത്തി. 73-ലാണ് പിന്നെ തിരുവനന്തപുരത്തേക്ക് അവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ദളിത് കമ്മ്യൂണിറ്റി എന്നുള്ള ആണ് ഞങ്ങൾ പുലിയ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അന്ന് 2 ദലിതർ മാത്രമേ അന്ന് പിന്നെ കേരളത്തിൽ BA പാസ്സായിട്ടുള്ളൂ ദലിതരുടെ. ഒന്ന് ടി കെ നാരായണൻ സാർ, മറ്റത് പിന്നെ KR നാരായണനാണോ എന്ന് എനിക്ക് സംശയം. 2 പേര് അങ്ങനെ ഉണ്ടായിരുന്നു. ജോലി ചെയ്തിരുന്നത് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ, ഡൽഹി സെക്രട്ടേറിയറ്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റിലായിരുന്നു ജോലി. അപ്പോൾ അവിടുന്ന് പുള്ളി അംബേദ്കറെ നിരന്തരം കാണാനും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് പുള്ളി. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി നേരത്തെ ആ സമയത്ത് തന്നെ മൂപ്പരവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 73-ലാണ് പുള്ളി തിരുവനന്തപുരത്തേക്ക് വരുന്നത് തന്നെ. ഞാൻ പുള്ളീനെ കാണുന്നത് 83-ലോ മറ്റായിരിക്കണം. 82, 83 ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ നേരിട്ട്. പിന്നെ അദ്ദേഹത്തിന് ആ കാലത്ത് തന്നെ അംബേദ്കർ സാഹിത്യമായിട്ടുള്ളൊരു പിന്നെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ബഹുജൻ സമാജ് പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കിയപ്പോൾ കാൻഷിറാവ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ആദ്യം ഇങ്ങേരെയാണ് വെച്ചത്, ടി കെ നാരായണൻ സാർ. അങ്ങേരുടെ സീനിയോറിറ്റിയും ബാബാസാഹിബായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷെ അങ്ങേക്ക് അങ്ങനെ ഓർഗനൈസ് ചെയ്യാനോ അങ്ങനെയുള്ള ശായി. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഏത് വർഷമാണ്? 86-ലാണ് പുള്ളി അത് ചെയ്ത് പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഏൽപ്പിക്കുന്നത്. അതായത് ടി കെ നാരായണൻ സാറ് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് ഗോപിനാഥ് മേപ്പയിലാണ് എഡിറ്റ് ചെയ്തത്. വളരെ വളരെ ശ്രമകരമായിട്ടൊരു ജോലിയായിരുന്നു ആ എഡിറ്റിങ്. കാരണം ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ജാതി നിർമൂലനം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വർക്കല്ല. അപ്പോൾ അതിനോട് പിന്നെ ഒറിജിനലിനോട് നീതി പുലർത്തുക എന്നുള്ളത് വളരെ ഓരോ വാചകവും ഓരോ വാക്കും പ്രത്യേകം എടുത്ത് പരിശോധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട്. അതെപ്പോഴാണ് എഡിറ്റ് ചെയ്ത് തീർന്നത്? അത് പിന്നെ 86 മുതൽ 87, ഒരു വർഷക്കാലം പുള്ളി അത് പിന്നെ ചെയ്യേണ്ടി വരും. 87-ലാണ് പിന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. 87 ഏത് പ്രസാദകരുന്ന രീതിയിലാണ് അത്? പിന്നെ അതെന്താ വെച്ചാൽ അന്ന് ഞാൻ ഇവിടെ ദലിത് സാഹിത്യ അക്കാദമി ആരംഭിച്ചിട്ടില്ല. അന്ന് ദലിത് കൾച്ചറൽ ഫോറം എന്ന് പറഞ്ഞിട്ടാണ് സംഘടന. കോഴിക്കോട് അന്ന് ഞങ്ങൾ ഇവിടെ പാളയത്ത് ബിൽഡിങ്ങിൽ ഒരു ഓഫീസ് കിട്ടി. അത് ഓഫീസ് എനിക്ക് അറേഞ്ച് തന്നത് റിയാലുൽ സാഹിബ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ജമായത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യം. അന്ന് ഞാൻ എൻ്റെ അന്നത്തെ കേരളത്തിലെ വലിയ യാത്രകളിൽ ട്രെയിനിലും ബസ്സിലും പോകുമ്പോൾ ഈ പിന്നെ ഒരു ഷീറ്റിലുള്ള അംബേദ്കർ മെസ്സേജുകൾ, പിന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള മെസ്സേജുകൾ, പിന്നെ ഇതും പിന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്ക്ലെറ്റിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ഫോൺ നമ്പർ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒരു ലീഫ്ലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ കയ്യിലുള്ള പുസ്തകവും കൊടുക്കും. അതാണെന്ന് ട്രെയിൻ യാത്രയിലും ബസ് യാത്രയിലൊക്കെ ഉള്ള സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഓരോ യാത്രയിലും എനിക്ക് ഒരുപാട് ആളുകൾ പരിചയപ്പെടാൻ കഴിയും. അങ്ങനെയാണ് എൻ്റെ നെറ്റ്വർക്ക് ഞാൻ വിപുലീകരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പിന്നെ വണ്ടിയിൽ വരുമ്പം പിന്നെ ഒരു 10-50 വയസ്സുള്ള ഒരാൾ പിന്നെ വളരെ സീരിയസ് ആയിട്ട് സൈഡിൽ ഇരുന്നിട്ട് പുസ്തകം വായിക്കുകയാണ്. സ്ട്രെയിനിൽ ഇരുന്നിട്ട് അങ്ങനെ സീരിയസ് ആയിട്ട് പുസ്തകം വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അങ്ങനല്ലേ. പിന്നെ അപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ടും ശ്രദ്ധിച്ച് അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ റിയാലു എന്ന് പറഞ്ഞത് അങ്ങനെ ഒറിജിനലി മാഹിക്കാരനാണ്. കോഴിക്കോടാണ് പുള്ളിയുടെ വൈഫിന് ഫാദറിലോ ഒക്കെ ഉള്ളത്. കോഴിക്കോട് പാനമൗണ്ട് ടവർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹോട്ടലിൻ്റെ അതിൻ്റെ ഓണറാണ്. ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ആ വൈഫിൻ്റെ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. ആ സമയത്ത് ദലിത് വോയിസിൽ പിന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള പിന്നെ VTRൻ്റെ പിന്നെ ഇതൊക്കെ വരും. അതേസമയത്ത് ആ ടൈമിലാണ് നമ്മൾ പിന്നെ ഈ പെരിയാറിൻ്റെ സ്പീച്ച് ഇംഗ്ലീഷിലുള്ള സാധനം കിട്ടുന്നത്. അതായത് ദലിതരുടെ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിന്നെ അദ്ദേഹം അവരോട് പറയാണ്. അത് 1925 സ്പീച്ചാണത്.
അതായത് ദലിതരെ നിങ്ങൾ കിടക്കുന്നത് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ഗട്ടറാണ്, ദുർഗന്ധം വഹിക്കുന്ന ഗട്ടറാണ്. ഇതിൽ നിന്നും പുറത്ത് കിടക്കാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. അതുകൊണ്ട് പുറത്ത് കിടക്കൂ. പുറത്ത് കിടന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഞാൻ കാണുന്നത് ഇസ്ലാമാണ്. ഈ സ്പീച്ച് പിന്നെ അന്നൊരു യുക്തിവാദി എന്നുള്ള നിലയിൽ എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. കാരണം എന്ന് വെച്ചാൽ യുക്തിവാദി ആളൊരു മതത്തിന് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഇസ്ലാമിനെക്കുറിച്ച് കിട്ടാവുന്ന സർവ്വ സംഗതികളും വായന തുടങ്ങി. അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് പുറമെ VTRൻ്റെ ഈ ദലിത് വോയിസിൽ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഗതികൾ, വിശുദ്ധ ഖുർആൻ കോട്ട് ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റുകൾ, അതൊക്കെ വെച്ചിട്ട് പിന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഞാൻ ആ സമയത്ത് ഉണ്ടാക്കിയിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം തുടർന്നിട്ടില്ലെങ്കിലും കുറേ ആയത്തുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ റിയാലുമായിട്ട് സംസാരിച്ചു. നിങ്ങളുടെ ഈ മുസ്തദഫീൻ എന്നാണ് പറയുക, മർദ്ദിതർക്ക് വേണ്ടിയിട്ട് പോരാടാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. ആ നിലക്ക് പിന്നെ കുറേ ആയത്തുകൾ കോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ മൂപ്പർക്ക് അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അത് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പിന്നെ ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടുതൽ സ്ഥിരം എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ കോഴിക്കോടാണ് ആ സമയത്ത് താമസം. അപ്പോൾ ചിന്താവളപ്പിലായിരുന്നു ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ താമസ സ്ഥലത്ത് പുള്ളി പേര് എൻ്റെ പേഴ്സണൽ പുസ്തക കളക്ഷനൊക്കെ പിന്നെ കാണുമ്പോൾ അത് മാക്സിമം പുള്ളി ഉപയോഗപ്പെടുത്തിയിരുന്ന പുസ്തകങ്ങൾ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിന്നീട് പിന്നെ ദലിത് പിന്നെ അംബിജാഷനെ പോലെയുള്ള ദലിത് ആക്ടിവിസ്റ്റുകളൊക്കെ പുള്ളിയായിട്ട് പരിചയപ്പെടുത്തുകയും, അപ്പോൾ ആ സമയത്താണ് മാധ്യമം പത്രമൊക്കെ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ നടക്കുന്നത്. മാധ്യമം ഓർഗനൈസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് പിന്നെ റിയാലിസം. അപ്പോൾ ആ സമയത്ത് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ദലിത് മുസ്ലിം സഹോദരി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ ഡയലോഗ് മറിച്ച് കാര്യമില്ല, പ്രാക്ടിക്കലായിട്ട് കാണിക്കണമല്ലോ. അതിനൊരു അവസരമാണ് ഒരു പത്രസ്ഥാപനം തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിനകത്ത് കുറച്ച് ദലിതരെയൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പറഞ്ഞ് നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് ദലിതരുടെ ഇടയിൽ പത്രപ്രവർത്തകരൊന്നും അങ്ങനെ ഇല്ല. അപ്പം ഞാൻ അന്ന് നമ്മളൊരു ഇവിടെയുള്ള കോഴിക്കോടിൽ സജീവ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, ഒരു വേലായുധൻ എന്ന് പറഞ്ഞു, JP വേലായുധൻ. അയാളൊരു കരിങ്കൽ ഇങ്ങനെയുള്ള തൊഴിലാളിയാണ്, പക്ഷേ സാമാന്യ വായനയൊക്കെ ഉള്ള ഒരു കക്ഷിയാണ്. ഞാൻ പറഞ്ഞു ഇയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളീനെ അവിടെ ഈ പാക്കിംഗ് സെക്ഷനിൽ ജോലി കൊടുത്തു. അങ്ങനെ പുള്ളി അവിടെ നിന്നാണ് ഇപ്പോൾ അടുത്ത് റിട്ടയർ ചെയ്തു. അതുകൊണ്ട് പുള്ളിയുടെ കുടുംബം രക്ഷപ്പെട്ടു, 2 മക്കളെയും പഠിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായി. പുള്ളി BSPൻ്റെ വെൽഫെയർ പാർട്ടിയുടെ ആളൊക്കെ മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രായോഗിക തലത്തിൽ ദലിത് മുസ്ലിം സഹോദരി ഉറപ്പിക്കുന്നതിൽ പിന്നെ നല്ല പരിപാടികൾ ആശയങ്ങളൊക്കെ ഉള്ളതായിരുന്നു റിയാലു. TK നാരായണൻ സാറിനെ കാണാൻ എൻ്റെ കൂടെ പുള്ളി പലപ്പോഴും വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. ഞങ്ങൾ പല യാത്രകളും പിന്നെ ഈ അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള എൻ്റെ പിന്നെ ടോക്കുകൾ, പിന്നെ ദലിത് മീറ്റിങ്ങുകളിലൊക്കെ ടോക്കുകൾ, അതേപോലെ ഞാൻ ഇറക്കിയിട്ടുള്ള ലഘുലേഖകൾ, അതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതിനൊക്കെ പുള്ളി വളരെയധികം സപ്പോർട്ട് ചെയ്യായിരുന്നു. മുസ്ലിം പരിപാടികളിലൊക്കെ എന്നെ വിളിക്കും. ഞാനങ്ങനെ ഇതിൽ റിയാലു സാഹിബ് എനിക്ക് തോന്നുന്നത് ജാതി നിർമൂലനത്തിൻ്റെ ട്രാൻസ്ലേഷനും. അതെ, ഞാൻ പറഞ്ഞ അത്. അപ്പോൾ ജാതി നിർമൂലനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞ പുള്ളി. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യണം. ആ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളി പറഞ്ഞ് നമുക്ക് പ്രശ്നമില്ല, നമുക്കത് വേണ്ട സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് പ്രിൻറ്റിങ്ങിൽ പിന്നെ ഫറോക്കിലുള്ളൊരു പ്രശ്നമാണ് അത് പ്രിൻറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ഫണ്ട് പുള്ളിയാണ് കൊടുത്തത്. ഇതായിട്ടുള്ള എനിക്കൊരു 20% മാത്രമേ പിന്നെ ഓർഗനൈസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് പുള്ളി അദ്ദേഹമാണ് കൊടുത്തത്. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. പിന്നെ മാത്രമല്ല ഇവിടെയുള്ള ഓഫീസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ദലിത് കൾച്ചറൽ ഫോറത്തിൻ്റെ ഓഫീസ്, ആ ഓഫീസ് അറേഞ്ച് ചെയ്തെന്ന് പുള്ളിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതി നിർമൂലനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാളത്തിലെ ഒരു അവതരണത്തിൽ ട്രാൻസ്ലേഷനിൽ പ്രഭാകരേട്ടനെ പോലെ തന്നെ ഗോപിനാഥ് മേപ്പയിലും അതുപോലെ നാരായണൻ സാറും റിയാലു സാഹിബ് അടങ്ങുന്ന ഒരു വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ള ഒരുപാട് കൂട്ടായ്മയാണ്, കൂട്ടായ പ്രവർത്തനം മലയാളത്തിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത്. അതെ അതെ. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു പുസ്തകം ആദ്യമായിട്ട് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു ലെവലുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഇത് 100-200 പേജുള്ള ഒരു ബുക്കാണല്ലോ. അപ്പോൾ പ്രസാധനത്തിനെ കുറിച്ചിട്ടുള്ള എനിക്ക് യാതൊരു ധാരണയില്ല. എങ്ങനെയെങ്കിലും എത്രയും നേരത്തെ ഈ പുസ്തകം ഇറക്കണം എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സാധാരണ എനിക്ക് പ്രസാദ കുറിപ്പ് എന്ന് പറഞ്ഞത് കൊടുക്കുമല്ലോ, അതിനെക്കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്ത് വെച്ചിട്ടില്ല. പിന്നീടാണ് അതേക്കുറിച്ചൊക്കെ മനസ്സിലായിരുന്നു. വസ്തുതയിൽ അതൊക്കെ വേണ്ടിയിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതുകൊണ്ട് ഒരു സാധനം വേണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അന്ന് ദലിത് സാഹിത്യ അക്കാദമി സ്ഥാപിക്കാതെ ഞാൻ ഇവിടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ബാംഗ്ലൂരിലുള്ള അതേ അഡ്രസ്സിലാണ് ഞാനത് പബ്ലിഷിംഗ് അഡ്രസ്സ് വെച്ചത്. എന്തായാലും ഒരു ആദ്യ പാളയം അഡ്രസ്സിലല്ല
അല്ലല്ല, അഡ്രസ്സ് വെച്ചത് പിന്നെ ദലിത് സാഹിത്യ അക്കാദമി. കാരണം ഒരു ആധികാരികത സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് പിൽക്കാലത്ത് രൂപം കൊണ്ട. അതെ, പിൽക്കാലത്താണ് ഞാൻ ദലിത് കൾച്ചറൽ ഫോറത്തിന് ദലിത് സാഹിത്യ അക്കാദമി ആക്കുന്നത് പിന്നീടാണ്. അതിന്റെ ഇതിലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. അതെ, കോഴിക്കോട് തിരുവനന്തപുരത്ത് ബാംഗ്ലൂരിലുള്ള ദലിത് സാഹിത്യ അക്കാദമി അഡ്രസ്സിലാണ് ഈ പുസ്തകം ഇറക്കുന്നത്. കാരണം വെച്ചാൽ അന്ന് ഒരു ദലിത് സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ആധികാരികത ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയാണത് വെച്ചത്. എത്ര രൂപ വിലയിട്ടിരുന്നത് അന്ന്? ഈ 20 രൂപ ബുക്ക്, 20 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ, അത്രേ ഉള്ളൂ. പിന്നെ അന്ന് എത്ര പേജ് ഉണ്ടായിരുന്നു? 200 പേജോളം വരും. 200. പക്ഷെ എന്താ വെച്ചാൽ അന്ന് അതിൻ്റെ അച്ചടിച്ചതൊക്കെ പിന്നെ ഇവിടെ ഫറോക്കിലുള്ളൊരു പ്രസിലാണ് അടിച്ചടിച്ച്. പിന്നെ വെച്ചാൽ അന്ന് അതിൻ്റെ സ്ട്രെയിന് ഭയങ്കരമാണ്. കാരണം വെച്ചാൽ ഈ അക്ഷരങ്ങൾ എഴുതി പെറുക്കിയിട്ടുള്ള ഈ പ്രൂഫ് നോക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള. അതെ, ഇന്നിപ്പോൾ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, എത്ര കൂളായിട്ടാണ് ഇറക്കുന്നത്. അന്നായാലും ഒരു പുസ്തകത്തിൻ്റെ ഒരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞ് ഒരാൾക്ക് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല, അത്രമാത്രം എന്തുമാത്രം. ഫണ്ടിൻ്റെ കാര്യങ്ങൾ, ഫണ്ട് എന്ന് വെച്ചാൽ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, ഭൂരിപക്ഷവും അദ്ദേഹമാണ് ചെയ്തത്. ബാക്കി ഇപ്പോൾ 20% അത്രേ എനിക്ക് മാനേജ് ചെയ്യുന്ന വരും. കുറച്ച് ഞാൻ എൻ്റെ പിന്നെ PF ലോൺ എടുത്തു. പിന്നെ കുറച്ച് ചില സുഹൃത്തുക്കൾ അത്യാവശ്യം പിന്നെ 1000-500 ഒക്കെ തന്നിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് പേര് ആദ്യം 500 കോപ്പി അടിച്ചെന്ന് എൻ്റെ ഓർമ്മ. പിന്നീട് അതിന് എഡിഷൻസ് ഇറങ്ങിയിരുന്നു. ഒരു എഡിഷൻ പറയും, 2 എഡിഷൻ. 2 എഡിഷൻ. ഇതിൻ്റെ വിതരണമൊക്കെ എങ്ങനെയായിരുന്നു? വിതരണം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ തന്നെ പോകുന്ന സ്ഥലത്ത് പിന്നെ അന്നെൻ്റെ പരിപാടി എന്ന് വെച്ചാൽ കേരളത്തിലുള്ള SC ST OBC മീറ്റിങ്ങുകളിൽ പത്രങ്ങളിൽ ന്യൂസ് ഇത് കാണുമല്ലോ, അത് നോട്ട് വെച്ചിട്ട് ഇത് തൂക്കിയിട്ട് ഓരോ 2 ബാഗിലും 20-25 കിലോ തൂക്കിയിട്ട് പോക്കാണെന്ന് പരിപാടി. ഞാൻ ജോലിക്കൊന്നും പോകാറില്ല. ജോലി അത് ഒന്നിച്ച് മിക്കവാറും സസ്പെൻഷനിലായിരിക്കും, അതല്ലെങ്കിൽ ബാക്കിയുള്ള പിന്നെ ശമ്പളമില്ല, ലീവിലായിരിക്കും. എൻ്റെ 22 വർഷത്തെ സർവീസിൽ ഞാൻ 4 വർഷമേ ഫുൾ സാലറി വാങ്ങിച്ചിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെ ചരിത്രം പിന്നെ MR സുദേശിനറിയാം. അദ്ദേഹമാണ് എൻ്റെ പിന്നെ ഈ പെൻഷൻ പേപ്പേഴ്സ് റെഡിയാക്കിയത്. ഇത് ഈ പുസ്തകങ്ങൾ നമ്മൾ വിവിധ, അതായത് ഇങ്ങനെ മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ അവിടെ പുറത്ത് വെച്ചിട്ട് ഇത് വിൽക്കും. കേരളത്തിൽ ഞാൻ അന്ന് ഇത് തുടങ്ങുന്നതിന് മുന്നേ മീറ്റിങ്ങുകളിൽ പുസ്തകം കൊണ്ടുപോയി വിൽക്കുന്ന പരിപാടി അതിനു മുമ്പ് ഉണ്ടായിരുന്നേ ഇല്ല. അത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് കേരളത്തിൽ ഞാനാണ്. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായി. അത് ജാതി നിർമൂലനം മാത്രമാണോ ഉണ്ടായിരുന്നത്? അല്ല, എൻ്റെ കൂടെ ഞാൻ ഇറക്കിയിട്ടുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളുണ്ട്. നിരവധി ലേഖകളുണ്ട്. പിന്നെ പെരിയാറിൻ്റെ പിന്നെ രാമായണം ഒരു കിട്ടുക, അതും പിന്നെ ഞാൻ ഇറക്കിയിരുന്നു. അതും ഇത്രയൊന്നുമില്ല, ഒരു 50-60 പേജുള്ള സാധനം. പിന്നെ അതൊക്കെ ഇപ്പോൾ ഇവർ തിരുവനന്തപുരത്തുള്ള വേറൊരു ടീമുണ്ടല്ലോ, ഒരു എന്താണ് ലാൽ എന്ന് പറഞ്ഞിട്ടൊരു മൈത്രി ബുക്സ് അവർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അംബേദ്കറിൻ്റെ പിന്നെ രാമനും കൃഷ്ണനും പ്രതിക്കൂട്ടിൽ അതും ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് പിന്നെ പബ്ലിഷ് ചെയ്തതാണ്. അതിൻ്റെ പേരിൽ തന്നെ കമ്മീഷണർ പലതവണ വിളിപ്പിക്കുകയും വലിയ ഈ നേരത്തെ പറഞ്ഞ പുസ്തകം അംബേദ്കറുടെ പുസ്തകം തന്നെ അല്ലേ? അംബേദ്കറുടെ പുസ്തകം തന്നെ ബോംബെ അത് കത്തിച്ചിരുന്നത്. പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ശിവസേനക്കാരത് കത്തിച്ചു. ആ കത്തിച്ച വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ ബോംബെക്ക് വെച്ച് പിടിച്ചു. അങ്ങനെയാണ് അവിടുന്ന് കോപ്പി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ 2 ചാപ്റ്റർ ഇരുന്നിട്ട് പിന്നെ ഒരു 5 ദിവസം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സ്വന്തം നിലക്ക് തന്നെ അതും ഇതിൻ്റെ ഒപ്പം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. അതുണ്ട്. ഇത് ഈ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് വ്യത്യസ്ത വിഭാഗങ്ങൾ, ബുദ്ധിജീവികൾ, അതേപോലെ ദളിത് ആക്ടിവിസ്റ്റുകൾ, രാഷ്ട്രീയക്കാർ, ഇവരൊക്കെ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അതായത് ദലിതരുടെ ഇടയിൽ പിന്നെ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പം ഞാൻ ദലിതരുടെ മീറ്റിങ്ങിൽ പ്രധാനപ്പെട്ട കല്ലറ സുകുമാരൻ്റെ പിന്നെ ഹരിജൻ ഫെഡറേഷനിലാണ് ഞാൻ പരിപാടി ബുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ കല്ലറ എന്ന അക്കാലത്ത് മഹാത്മജിയുടെ അവദാനങ്ങൾ പിന്നെ പറയുന്ന തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നടത്തുന്ന കാലത്താണ്. ആ സമയത്താണ് ഞാൻ പുറത്ത് ഈ അംബേദ്കറിൻ്റെ ലിറ്ററേച്ചർ ഇതൊക്കെ ആയിട്ട് പിന്നെ മഹാരാഷ്ട്ര എന്നുള്ള വോളിയൂംസും ഞാൻ കൂടത്തിൽ വെക്കാറുണ്ട്. അല്ല, മഹാരാഷ്ട്ര വോളിയം വരുന്നതിന് മുന്നാണല്ലേ ഇത് ഇറക്കിയിട്ടുള്ളത്? ഏത് ഈ ജാതി നിർമൂലനം ഇറക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ ഇറക്കിയിരുന്നല്ലോ. അതെ, അതിന് മുമ്പാണ്. അതെ, അതിന് ശേഷം പിന്നെ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇറക്കി തുടങ്ങിയല്ലോ. അപ്പോൾ അവിടുന്ന് വോളിയങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരും, ഇംഗ്ലീഷ് വോളിയങ്ങൾ. അതൊരു 10-20 സെറ്റ് ഞാൻ ഒരിക്കലും ഒന്നിച്ചിട്ട് വാങ്ങിച്ചിരുന്നു പോയിട്ട്. പിന്നെ സ്വീകരിക്കപ്പെട്ടത് അതായത് പിന്നെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ അപൂർവം ചിലർ വാങ്ങിക്കും. അപ്പോൾ കല്ലറ ആദ്യമായിട്ട് കല്ലറേൻ്റെ അണികളിൽ അവർ എൻ്റെ കൊച്ചു കൊച്ചു സാധനം വാങ്ങിച്ചിട്ട് കല്ലറയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി.
അംബേദ്കറിനെ കുറിച്ച്. അവർ ഗാന്ധിയെക്കുറിച്ച് മാത്രമായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പിന്നെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ പുറത്ത് ഇതിൻ്റെ ഇടവേളയിൽ കളർ എൻ്റെ അടുത്ത് വന്നിട്ട് പരിചയപ്പെട്ടു, സാധനങ്ങൾ കൊടുത്തു, ഞാനിതൊക്കെ സംഘങ്ങൾ കൊടുത്തു. എന്നതിന് ശേഷം പിന്നെ മൂപ്പർ ഇത് വായിച്ചതിന് ശേഷം പിന്നീടാണ് മൂപ്പർ മെല്ലെ ഇതിൽ നിന്നും ഗാന്ധിയിൽ നിന്നും അന്ന് 10-14 പുസ്തകങ്ങൾ ഗാന്ധിയെ-കുറിച്ച് ഉള്ളിൽ നിന്ന് ഇറക്കിയിട്ടില്ല ലെവലുകൾ. അല്ല, ദളിത് കൾച്ചറൽ ഫോറത്തിൻ്റെ പാളയത്തെ ഓഫീസ് പക്ഷേ കല്ലറയാണല്ലോ ആണ് ഉദ്ഘാടനം. അതെ ഞാൻ പറഞ്ഞത്, ഞങ്ങളായിട്ട് അപ്പോഴേക്കും നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ പരിപാടികളിൽ ഈ പുസ്തകങ്ങൾ എടുത്ത് പിന്നീട് പിന്നെ ഈ ലൈനിലേക്ക് പുള്ളി വന്നു, അംബേദ്കറിൻ്റെ ലൈനിലേക്ക് വരികയും ആ നിലക്ക് പ്രസംഗങ്ങൾ തുടങ്ങുകയും ചെയ്തു. കൾച്ചറൽ ഫോറം ഉദ്ഘാടനം ചെയ്യാൻ കല്ലറേനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു ഞാൻ. ഈ ദളിത് കൾച്ചർ ഫോറത്തിൽ നിന്ന് പിന്നീട് ദളിത് സാഹിത്യ അക്കാദമി ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയായിരുന്നു. അതെന്ന് വെച്ചാൽ പിന്നെ കൾച്ചറൽ ഫോറം എന്ന് പറയുമ്പോൾ പിന്നെ അത് കുറച്ചും കൂടി ചെറിയൊരു സർക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ദളിത് സാഹിത്യ അക്കാദമി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡ് ഏരിയയിൽ കവർ ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാണ്. അങ്ങനെയാണ് ഞാനത് അതിനെപ്പറ്റി ദളിത് സാഹിത്യ അക്കാദമി എന്നുള്ള കാഴ്ചപ്പാടിലേക്ക്. അതെ, അത് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ ഒന്നാമത് മെയിൻലി BTR ബാംഗ്ലൂർ തുടങ്ങിയതിൻ്റെ ഇതുണ്ട്. പിന്നീട് എന്ന് വെച്ചാൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമി പോയ സമയത്ത് പിന്നെ കണ്ടപ്പോൾ ആണ് എനിക്ക് കൂടുതൽ അതിന് പ്രൊവോക്ക്. കാരണം അവിടെ പോയപ്പോൾ അത് കംപ്ലീറ്റ് സവർണ സാഹിത്യ അക്കാദമിയാണ്. അതിൻ്റെ അകത്തുള്ള ഹാളിൽ കംപ്ലീറ്റ് 100-100 ചില്ലാനും അതിൽ 2-3 ആളൊഴികെ കംപ്ലീറ്റ് നായന്മാരും നമ്പൂതിരിമാരും പിള്ളമാരും മേനവന്മാരും പിന്നെ പിഷാരടി അയ്യർ ഇങ്ങനെയുള്ള പിന്നെ എല്ലാ എലിമെൻസും. അപ്പോൾ ഇതിന് കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇത് വെറും സവർണ സാഹിത്യ അക്കാദമിയാണ്. അപ്പോൾ എന്തായാലും കേരള ദളിത് സാഹിത്യ അക്കാദമി നിർബന്ധമാണെന്ന് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനിത് മുന്നീഷീറ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പിന്നെ 3 പേര് വിട്ടു. ഇവിടുത്തെ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, കൊയിലാണ്ടിക്കാരനായിരുന്നു. അങ്ങനെ കുറച്ച് പേര്, പിന്നെ ഗോപി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് ബഹുജൻ സാഹിത്യ അക്കാദമി തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ദളിത് സാഹിത്യ അക്കാദമി തുടങ്ങിയപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ പരിപാടികളൊക്കെ കുറേ ഓർഗനൈസ് ചെയ്തു. വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അരുന്ധതി റോയ്ക്ക് സ്വീകരണം കൊടുത്തത് ദളിത് സാഹിത്യ അക്കാദമിയുടെ പേരിലാണ്. അത് എത്രയിലായിരുന്നു? അത് പിന്നെ 99. അതെന്ന് വെച്ചാൽ ഈ പിന്നെ 99 ജാനുവരിയിലായിരുന്നു. 98 ഒക്ടോബറിലോ നവംബറിലോ കോഴിക്കോട് ടൗൺ ഹാളിൽ തൃശ്ശൂർ മറ്റേ സവർണ സാഹിത്യ അക്കാദമി ദളിത് സാഹിത്യം സമ്മേളനം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നു. യാദൃച്ഛികമായിട്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുമ്പോൾ കണ്ടു. അങ്ങനെ കയറിയിരുന്നു. അപ്പോൾ അന്നത്തെ ഫുൾ പ്രോഗ്രാം ഞാൻ കേട്ടു. അപ്പോൾ അതിൽ 2 ദളിതരുണ്ടായിരുന്നു. ഒന്ന് നമ്മളെ തണ്ണി കവിക്കാട്, പിന്നെ ഡോക്ടർ ദാസൻ ഉണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. 2 പേരും ഒഴികെ ബാക്കി കംപ്ലീറ്റ് നായന്മാരാണ്, പിന്നെ സാഹിത്യ നായന്മാർ. അപ്പോൾ ഈ പരിപാടി കണ്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മൊത്തം ഇവരുടെ ടോക്ക് എന്താണെന്ന് വെച്ചാൽ ദളിതർ എങ്ങനെ എഴുതണം, എങ്ങനെ സാഹിത്യരചന നടത്തണം, ഈ ആഹ്വാനമാണ്. ഭയങ്കര പ്രൊവോക്കേറ്റീവായിട്ടില്ല. ഇവർക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ദളിത് സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സവർണ സാഹിത്യത്തെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ സെമിനാർ തീരുമാനിച്ചു. നടത്തിയത് പിന്നെ ടൗൺ ഹാളിലാണ് നടത്താൻ ഉദ്ദേശിച്ചത്. ടൗൺ ഹാൾ ബുക്ക് ചെയ്തു. പക്ഷേ അതിന് നളന്തയിൽ, കോഴിക്കോട് നളന്തയിലും ടൗൺ ഹാളിലും ബുക്ക് ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ CPM-കാർ ടൗൺ ഹാൾ കട്ട് ചെയ്തു. അപ്പോൾ അവിടെ നളന്തയിൽ വെച്ചു. അപ്പോൾ ഇതിനൊരു ഈ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഒരു ഐറ്റമുള്ള. അപ്പം ഞാൻ ആലോചിച്ചു, അരുന്ധതി റോയുടെ നോവൽ ആ സമയത്ത് ഞാൻ വായിച്ചത്. അപ്പം ആ സമയത്ത് 3 വർഷം ഇവർക്ക് അവാർഡ് കിട്ടിയിട്ട് ഇത് കിട്ടിയിട്ട്. പക്ഷേ കേരള സാഹിത്യ അക്കാദമി, കേരളത്തിലെ സാംസ്കാരിക നായന്മാർ ഈ പുസ്തകത്തോട് പൂർണ്ണമായിട്ട് മൗനമായിരുന്നു. അപ്പോൾ നോവൽ വായിച്ചപ്പോൾ അതിൻ്റെ രഹസ്യം മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ, നന്മയുടെ പ്രതിരൂപമായിട്ടുള്ള ഒരു ക്യാരക്ടർ ദളിതനാണ്. ഇതിവർക്ക് മലയാള സാഹിത്യ ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ്. ഒരു നന്മയുടെ ഒരു ക്യാരക്ടർ ദളിതനാമെന്ന് പറഞ്ഞാൽ അപൂർവമാണ്. ഉണ്ട്, അങ്ങനത്തെ കൃതികളുണ്ട്, പക്ഷെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ അത് മിനിമം ഒരു നായരെങ്കിലും ആയിരിക്കണ്ടേ നന്മയുടെ പ്രതിരൂപം. അപ്പോൾ ആ നിലക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ മലയാളിയാണ്. ആദ്യത്തെ ഒരു ഇന്ത്യൻ സാഹിത്യകാരി, ഒരു മലയാളിയായിട്ടുള്ള ഒരു സാഹിത്യകാരി, അതൊരു സ്ത്രീ. എന്നിട്ട് പോലും 3 കൊല്ലക്കാലം സാഹിത്യ അക്കാദമി ഇവിടുത്തെ സാംസ്കാരിക നായന്മാരും പിന്നെ
MT അടക്കമുള്ള ആളുകൾ കമാന്ന രാഷ്ട്രീയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവർക്കൊരു സ്വീകരണം കൊടുത്താലും. അങ്ങനെ ഞാൻ നേരെ ഡൽഹിക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ പോയി അവരെ കണ്ടുപിടിച്ചു. അവരെ കോൺട്രാക്റ്റ് കിട്ടാൻ തന്നെ വളരെ പാടുപെട്ടു. ഒരു 10 ദിവസം എനിക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. അന്ന് ദലിത് വോയിസ് വീട്ടുകാർ ഡൽഹിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീട്ടുകാരനെ കാണാൻ പോയത്. അപ്പോൾ അവിടുന്ന് ഞാൻ അങ്ങനെ പോകുമ്പോൾ ഞാൻ 3 കൂട്ടിയിരുന്നു, 3 ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം അവർക്ക് ഒരു 10 മിനിറ്റ് അവർ തന്നു. ഞാനൊരു തിരക്കിലാണ്, ഒരു 10 മിനിറ്റ് അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി 10 മിനിറ്റ് എന്നുള്ള ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ 1.25 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് സംസാരിച്ചു. അവസാനം ഞാൻ തന്നെ അവരോട് പിന്നെ ഈ അവർ കൂടുതൽ സമയത്തിലുള്ള കാരണം വെച്ചിട്ട്, കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ 100% കാര്യങ്ങളോട് അവർ 100% യോജിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അത്ഭുതകരമായൊരു പൊരുത്തം. അങ്ങനെയാണ് അവർക്കും കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടായത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഒരു പരിപാടി ഉദ്ദേശിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു സ്വീകരണം നൽകണം. ദലിത് സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. 1 മാസത്തിന് ശേഷമുള്ള ഡേറ്റ് വന്നവർ. അപ്പോൾ അവർ ഡേറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അവിടുന്ന് ചോദിച്ചു, എനിക്ക് ഇൻ്റർനാഷണൽ ജേർണൽസ് പിന്നെ മീഡിയാസൊക്കെ ഉണ്ടല്ലോ സർവദേശീയ, അത് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ചോദിച്ചാൽ അതൊക്കെ അവർ പേരൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അവരുടെ അടുത്തൊക്കെ പോയിട്ട് എൻ്റെ അടുത്ത് ഈ ലെറ്റർ ഹെഡ് ഞാൻ കൊണ്ടുവന്നിരുന്നു, സീലൊക്കെ. അവിടെ നിന്ന് തന്നെ ലെറ്റർ ഹെഡ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു 5-8 ഇൻ്റർനാഷണൽ മീഡിയ ഇതിന് പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബ്രിട്ടനിലെ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് പിന്നെ ബാക്കിയുള്ള പേരൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർക്കൊക്കെ പോയിട്ട് ലെറ്റർ കൊടുത്തു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. റോയ് പിറ്റീസ് വേൾഡ് ഫേമസ് നോവലിസ്റ്റ്. അപ്പോൾ അവർക്കൊരു സ്വീകരണം അവരുടെ സ്റ്റേറ്റിൽ നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണല്ലോ. അങ്ങനെ പോയി ചിരിച്ചു പോയിട്ട് ഞാനത് പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്തു. പിന്നെ ടൗൺ ഹാള് പ്രതീക്ഷിച്ച പോലെ തന്നെ പോയി. അപ്പോൾ നല്ല രീതിയിൽ ക്യാമ്പയിൻ നടത്തി കേരളത്തിലെ എല്ലാ ജില്ലകളിലും. പിന്നെ ഒരു ഏകദേശം ഒരു 4000 മീതെ ആളുകൾ എല്ലാ ജില്ലകളിൽ നിന്നും ആക്ടിവിസ്റ്റുകൾ വന്നു. അപ്പം ആ ടൈമിൽ ഞാൻ ഒരുവിധം എല്ലാ ജില്ലകളിലും നല്ല കോൺടാക്റ്റുകൾ ഉണ്ടാക്കിയിരുന്നു, ഈ പുസ്തകങ്ങളും യാത്രകളും ഒക്കെ ആയിട്ട്. അപ്പോൾ തലേ ദിവസം ആണ് പത്രക്കാർ നമ്മളെ കോഴിക്കോട്ടെ പിന്നെ പത്രക്കാർ ഇത് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ മറ്റേ വിദേശ പത്രക്കാരൊക്കെ ഇവിടുത്തെ പ്രസ് ക്ലബിനെ വിളിച്ചിട്ട് ചോദിക്കാൻ തുടങ്ങി, ആരാണ് ഇയാൾ. അപ്പോഴാണ് എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ അന്ന് ലാൻഡ് ഫോണാണ് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ പിന്നെ ഇങ്ങനെ പരിപാടി ഒരാഴ്ച മുമ്പ് തന്നെ ഈ ക്യാമ്പയിൻ നല്ല പ്രചരണം നടക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മളൊരു രാമനുണ്ണി അപ്പോൾ എന്നോട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രഭാകരൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഇത്തരം ഇവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് സ്പ്ലിറ്റ്? ഞാൻ സവർണ സാഹിത്യത്തെക്കുറിച്ചൊരു സെമിനാർ സംഘടിപ്പിക്കുന്നതിൽ എന്തിപ്പോൾ സ്പ്ലിറ്റ്? നിങ്ങൾ നായന്മാർ ഓടിയിട്ട് ഇവിടെ ദലിത് സാഹിത്യത്തെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചില്ല, ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു 5-6 തവണ എന്നെ വിളിച്ച് പിന്തിരിപ്പിച്ചു ഇതിന് വേണ്ടിയിട്ട്. പരിപാടിയുടെ 2 ദിവസം മുമ്പ് വരെ വിളിച്ചു, ഇത് പരിപാടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രസിദ്ധീകരണത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ പ്രഭാകരേട്ടൻ ഇതിന് പുറമെ ഇപ്പോൾ ജാതി നിർമൂലനം പുറമെ വേറെ ഏതൊക്കെ അംബേദ്കർ കൃതികളാണ് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്? മെയിനായിട്ട് ജാതി നിർമൂലനമാണ്. അപ്പോൾ അന്ന് ഞാനിത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 34 വർഷം മുമ്പേ തമിഴിൽ ഇതിൻ്റെ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ദലിത് ഏലിൽമഴി, പിന്നെ കേന്ദ്ര മിനിസ്റ്ററൊക്കെ ആയിരുന്ന ദലിത് വോയിസിൻ്റെ മദ്രാസ് കറസ്പോണ്ടൻ്റ് ആയിരുന്നു പുള്ളി. അപ്പോൾ പുള്ളിയോട് ഞാൻ സംസാരിച്ച് പറഞ്ഞ് 34 വർഷം മുമ്പ് ഞങ്ങൾ തമിഴിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രബുദ്ധ കേരളത്തിൽ പിന്നെ 1987 നവംബറിലാണ് ആദ്യമായിട്ട് ഈ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തിരുവനന്തപുരത്ത് VS രാജപാത എന്ന് പറഞ്ഞിട്ടൊരു ദലിതൻ ഉണ്ട്, ഒരു പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാനിത് പബ്ലിഷ് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് പുള്ളി പിന്നെ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഞാനന്ന് തിരുവനന്തപുരത്ത് പോകുമ്പോൾ പുള്ളിനെ കാണാറുണ്ട്. പുള്ളി ഒത്തിരി വളരെ പിന്നെ ലോ ക്വാളിറ്റി പേപ്പറിൽ പിന്നെ ഈ അംബേദ്കറിൻ്റെ ചെറിയ ലഘുലേഖകളൊക്കെ പുള്ളി ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ വിതരണത്തിൽ അത് എടുക്കാറുണ്ട്. അംബേദ്കറുടെ ആര് പ്രസിദ്ധീകരിച്ചാലും അത് എൻ്റെ വിതരണത്തിൽ ഞാൻ എടുക്കാറുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല, കാരണം വെച്ചാൽ ഇത് നമ്മൾ ഈ ആശയം എത്തണം എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ 2 കാര്യമാണ്. ഒന്ന്, ജാതി നിർമൂലനം ആദ്യമായിട്ട് മലയാളത്തിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വെച്ചാൽ കേരളത്തിൽ ആദ്യമായിട്ട് മീറ്റിങ്ങുകളിൽ പുസ്തകങ്ങൾ പിന്നെ വിൽക്കുന്ന ഒരു പരിപാടി ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് എനിക്കുണ്ടായിരുന്ന ആ യുക്തിവാദി മൂമെൻറ്റിൽ അന്നുണ്ടായിരുന്ന എനിക്ക് ചില ഇക്കാര്യത്തിലുണ്ടായിരുന്ന കടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുക്തിവാദികളുടെ പരിപാടികളിലൊക്കെ പലപ്പോഴും ഞാനിത് പുറത്ത് പുസ്തകം വെക്കും. എന്നെക്കൊണ്ട് പുസ്തകം അവിടെ നിന്ന് എടുപ്പിച്ചിട്ടുണ്ട് അവർ. RSSകാർ
ഒരുപക്ഷെ ചെയ്യുമായിരുന്ന കാര്യം അവരുടെ അടുത്ത് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇവർ എന്നെ കൊണ്ട് ബുക്ക് എടുപ്പിച്ചിട്ടുണ്ട്, യുക്തിവാദികൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രഭാകരൻ വേറെ മേഖലയിൽ, അതായത് തീയ വിഭാഗത്തിൽ നിന്നും ഏഴ് വിഭാഗത്തിൽ നിന്നുള്ള പല പുസ്തകങ്ങളും കണ്ടെടുക്കുകയും പിന്നീട് അത് ധാരാളം നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും. അതെ അതെ, അത് അങ്ങനെ വെച്ചാൽ അന്ന് എൻ്റെ വേറൊരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പഴയ ഒരു 100 വർഷം പഴക്കമുള്ള ലൈബ്രറികൾ തിരഞ്ഞിട്ട് പോവുകയും അവിടെ പഴയ കേരളത്തിലെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ തിരയാന്നുള്ളത് എൻ്റെ ഒരു ആക്ടിവിറ്റിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് ലൈബ്രറികൾ പോയിരുന്നു. അപ്പോൾ കണ്ണൂരിലുള്ള ഒരു പഴയ ലൈബ്രറിയിൽ നിന്ന് പിന്നെ ഡാമേജ് ആയിട്ട് ഇങ്ങനെ കൂട്ടിയിടുമല്ലോ പുസ്തകങ്ങൾ. ഏത് പഴയ ലൈബ്രറി പോയാൽ ഞാൻ ആദ്യം നോക്കുക അതാണ്, അവിടെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ടോ. അവർക്ക് ഇതിൻ്റെ മൂല്യം അറിയാത്തതുകൊണ്ട് തള്ളിയത്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് പിന്നെ 2 പ്രധാനപ്പെട്ട സാധനങ്ങൾ കിട്ടുന്നത്. അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് 34 പബ്ലിഷ് ചെയ്തിട്ടുള്ള കേരള തിയ യൂത്ത് ലീഗ്, പിന്നെ അല്ല കൊച്ചിയിലെ തിയ യൂത്ത് ലീഗ് പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകം കിട്ടും. അതേപോലെ പിന്നെ തീയരുടെ അഭിവൃദ്ധി മാർഗങ്ങൾ അതാണ് പിന്നെ കോട്ടായി ഗോവിന്ദൻ ഇറങ്ങിയിട്ടുള്ള ഒരു പിന്നെ 5 പേര് ചേർന്ന് എഴുതിയിട്ടുള്ളൊരു കൊച്ചു പുസ്തകം. അത് ബുദ്ധിസമാണ്. പിന്നെ ഈഴവരുടെ ഇറങ്ങിയ പുസ്തകമാണ്. അത് ഞാനത് ഇറക്കി. അത് പക്ഷേ കോട്ടായി കുമാരൻ അതും ഞാൻ റീപ്രിൻ്റ് ചെയ്തു. അത് പിന്നെ അതിൻ്റെ പുറത്ത് കവറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അവർണർക്ക് എങ്ങനെ സ്വതന്ത്രരാകാന്നുള്ള ടൈറ്റിലാണ് ഞാൻ കൊടുത്ത്. ഉള്ളിൽ മറ്റേ പേര് കൊടുത്തു, പഴയ പേര് കൊടുത്തു. അത് പിന്നെ ഒരു VP ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ പിന്നെ US പിന്നെ ന്യൂയോർക്കിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു പ്രായമുള്ളൊരു ഇഴവ സ്കോളർ. അത് എന്നോട് പിന്നെ എൻ്റെ അടുത്ത് 3000 കോപ്പി പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ റീപ്രിൻ്റ് ചെയ്തിട്ട് പുള്ളി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ടേക്ക്. പുള്ളിയുടെ ഒരു ബ്രദർ ബോംബെയിലുള്ള ആൾ വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് അത് കളക്ട് ചെയ്തിട്ടാണ് അത് പോയത്. പിന്നെ അത് നല്ല ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്നുള്ള ബുക്ക്, അതിൽ ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. 5 പേരിൽ ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. വളരെ പിന്നീട് ഇതിപ്പോൾ ഈ 3 പുസ്തകങ്ങളല്ലാതെ എനിക്കോട് 40ഓളം ടൈറ്റിലുകൾ ഇറക്കിയിരുന്നത്. ടൈറ്റിലുകളൊക്കെയാണ് അത് പിന്നെ അത് ദലിത് വോയിസിൽ പിന്നെ വന്നിട്ടുള്ള എഡിറ്റോറിയലുകളാണ് നല്ല കൂടുതൽ. കാരണം അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു തലത്തും കിട്ടാത്ത രീതിയിൽ അത് ഒരു 10, 30, 40 പേജ് വരുന്ന കൊച്ചു സാധനമായിട്ട് മിക്കവാറും ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിനൊന്നും വലിയൊരു പൈസ ചിലവൊന്നും വരുന്ന സംഗതിയില്ല. അത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. ഒരു ലോണൊക്കെ എടുത്താൽ അല്ലെങ്കിൽ ആരോടെങ്കിലും സുഹൃത്തുക്കളും മുസ്ലിങ്ങളും ധാരാളം പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ എപ്പോഴായി തുടങ്ങിയിരുന്നു. അപ്പോൾ ദലിതരിടയിൽ ഞാൻ അന്ന് ജാതി നിർമൂലനം പബ്ലിഷ് ചെയ്തിട്ട് കോഴിക്കോട് നിന്ന് ചില ദലിതരെടുത്ത് പോയ സമയത്ത് ചില ദലിത് സുഹൃത്തുക്കൾ, സർക്കാർ ജീവനക്കാർ ഇതിനെ ഒരു തരം പിന്നെ തമാശയാക്കിയ ചില പാർട്ടീസ് ഉണ്ട്. ഇയാളൊരു അംബേദ്കറെ കൊണ്ട് ഇതെവിടുന്ന് എന്നുള്ള രീതി അന്നെ എല്ലാവരും തമാശയാക്കായിരുന്നു. എന്താണ് മുഴുവൻ പറയും, ലോകം മുഴുവൻ പറയുന്നത് ഗാന്ധിയാണ്, ഇയാൾ മാത്രം ഒരു അംബേദ്കർ എവിടെ നിന്നുള്ളതാണ് ഒരു ചോദ്യം. കല്ലറ സുകുമാരൻ ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങേരുടെ പ്രസംഗത്തിൽ ഇത് ആരംഭിച്ചോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ അംബേദ്കറിനെ കുറിച്ചിട്ട് ദലിത് സമൂഹം വ്യാപകമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇത് വരുന്നത്. നമ്മൾ ലഘുലേഖകൾ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലകളിലും. തെക്കൻ ജില്ലകളിലാണ് വസ്തുതയിൽ. പക്ഷേ അംബേദ്കറിനെ കുറിച്ച് കുറച്ചും കൂടി നേരത്തെ തന്നെ ഒരു ഔട്ട്ലുക്ക് നമ്മളുടെ ദളിത് ബുദ്ധിജീവികൾക്കിടയിൽ വന്നു ചേർന്നിട്ടില്ലേ? അതായത് മലയാളം വരുന്നതിന് മുന്നേ തന്നെ അല്ല, ദളിത് ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് സാധാരണ മാസിൻ്റെ ഇടയിൽ അംബേദ്കറെ പറ്റി അറിയുന്നവർ വളരെ കുറവായിരുന്നു. അവർക്കൊക്കെ ഗാന്ധി മാത്രമേ അറിയുമായിരുന്നില്ല. സ്കോളേഴ്സ് ഉണ്ട്, അവരൊക്കെ അവരുടെ അറിവ് അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുക എന്നല്ലാണ്ട് അത് അങ്ങനത്തെ ഒരു വ്യാപകമാക്കപ്പെട്ടിട്ടില്ല. ഈ തീയരുടെ അഭിവൃദ്ധി മാർഗങ്ങൾ, അതേപോലെ ഈ പുസ്തകം അസവർണർക്ക് നല്ല ഇസ്ലാം തുടങ്ങിയ പുസ്തകങ്ങൾ ഒക്കെ ട്രാൻസ്ലേറ്റ് റീപ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സ്ലേവറി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദലിത് ബഹുജൻ സമൂഹങ്ങളുണ്ടല്ലോ, അവരെ ഇത് വിളിച്ചുണർത്തണമെന്നുണ്ട്. അവർ പിന്നെ ഉറങ്ങുകയാണ്. അവരെ ഉറക്കം കെടുത്തണമെങ്കിൽ അവർക്ക് ഇത്തരം അവരെ സംബന്ധിക്കുന്ന ചരിത്രങ്ങൾ അവരെ അറിയേണ്ടിയിട്ടുണ്ട്.
അങ്ങനെ മാത്രമേ അവരെ പിന്നെ എവേക്കൻ ചെയ്യാൻ സാധിക്കൂ. അതിന് ഇതാണ് മാർഗം എന്നുള്ള ആൾക്കാണ് ഞാൻ പഴയ ഈ മേഖലയിലുള്ള പഴയ സാഹിത്യം തിരഞ്ഞിട്ട് ലൈബ്രറികൾ തിരഞ്ഞു നടന്നിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ പല പുസ്തകങ്ങൾ, ചില നമ്മൾ ശ്രദ്ധയപ്പെടുന്ന ചില പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ സാധനങ്ങൾ വരുന്നത് മലയാളത്തിൽ പബ്ലിഷ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള പല സംഗതികളുണ്ടായിരിക്കും. അത് മലയാളത്തിലേക്ക് എനിക്ക് സ്വന്തമായിട്ട് ചാവില്ല. അപ്പോൾ അത് ആരെക്കൊണ്ടെങ്കിലും പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറൊരു സമാന്തരമായ വേറൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് പുസ്തകങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഏത് പുസ്തകങ്ങളൊക്കെ? അതിലൊന്ന് മാൽക്കം എക്സിൻ്റെ പിന്നെ ഇത് പിന്നെ IPH പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഇയാൾ പിന്നെ മറ്റേ അന്നത്തെ ഇയാളുണ്ടല്ലോ IPHൻ്റെ ഡയറക്ടറായിരുന്ന ആൾ ദീർഘകാലം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബിനെ ശ്രദ്ധയപ്പെട്ടു. അങ്ങനെ അയാൾക്ക് കൂടിയിട്ട് അവരത് പിന്നെ റെക്കമെൻഡ് ചെയ്തതിന് ശേഷമാണ് അത് ടേക്കപ്പ് ചെയ്തത്. പക്ഷേ ട്രാൻസ്ലേഷൻ ചെയ്തത് പിന്നെ ഒരു തീരെ ഒരു ദലിത് ബ്ലാക്ക് ആംഗിളിലല്ല, ഒരു പക്ക ഒരു പിന്നെ അപ്പർ കാസ്റ്റ് ശൈലിയിലാണ് അത് ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എനിവേ ധാരാളം കൃതികൾ ഇപ്പോൾ ഈ ദളിത് സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലും അതുപോലെ ദളിത് കൃതികൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ധാരാളം ദുരനുഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് വിശദീകരിക്കാനില്ല, എന്തൊക്കെയാണ് പുസ്തകം പബ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരനുഭവം എന്ന് പറയുന്നത് വെച്ചാൽ കാര്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ തങ്ങിയിരിക്കുന്നൊരു അനുഭവം എന്ന് വെച്ചാൽ പിന്നെ ഈ DN ജാ എന്ന് പറഞ്ഞിട്ട് ബീഹാറി പിന്നെ ഹിസ്റ്റോറിയൻ ഉണ്ട്. അദ്ദേഹം മിത്ത് ഓഫ് ഹോളി കൗ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ചെയ്തിരുന്നു. അപ്പോൾ അതന്ന് അതിനെക്കുറിച്ച് ദലിത് വോയിസിൽ ഇത് വന്നപ്പോൾ ഞാൻ ആ പുസ്തകം സംഘടിപ്പിച്ച് വായിച്ചു. എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. ഇത് മലയാളത്തിൽ ചെയ്യണം എന്നുള്ള നിലക്ക് പിന്നെ അങ്ങനെ അപ്പോഴേക്ക് ഈ പുസ്തകത്തിനെതിരായിട്ട് BJPൻ്റെ RSSൻ്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര പ്രശ്നമുണ്ടായി. ഇയാൾക്ക് വധഭീഷണി ഉണ്ടായി. ഇയാളിങ്ങനെ ഒളിഞ്ഞു നടക്കാൻ തുടങ്ങി. വീടൊക്കെ മാറിയിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ ഇയാളെ ഡൽഹിയിൽ പോയി കാണാൻ തീരുമാനിച്ചു. ഇതിൻ്റെ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യാനില്ല. അങ്ങനെ ഒരു മാസം എനിക്ക് ഡൽഹിയിൽ ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ചിലവഴിക്കേണ്ടി വന്നു. കാരണം ഇങ്ങേരു 10 ദിവസം നിൽക്കുമ്പോൾ അവിടെ നിന്ന് വീട് മാറിപ്പോകും. ഇവർ കാരണം ജീവൻ ഭയമല്ലേ. അപ്പോൾ ഞാൻ ഇയാളെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്നുള്ള ആൾക്ക് ആദ്യം ഇയാൾ താമസിച്ച സ്ഥലത്തിൻ്റെ വിവരം കിട്ടിയിരിക്കും. അപ്പോൾ അവിടെ പോയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇയാളൊരു പിന്നെ വായനക്കാരനാണ്. അപ്പോൾ പ്രസിദ്ധീകരണങ്ങൾ നമ്മളൊരു കോമൺ സെൻസിലുള്ളൊരു ധാരണയാണല്ലോ. പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ നിരന്തരം ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്ന കടകളുമായി ചിലപ്പോൾ ഇയാൾക്ക് ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംശയത്തിൽ ഞാൻ പോയി നോക്കുമ്പോൾ എൻ്റെ ഐഡിയ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അയാൾക്ക് ഇയാൾ നന്നായിട്ട് അയാൾ സ്ഥിരം ഇവിടെ വരും. ഇവിടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അയാൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഇയാൾക്ക് വേണ്ടിയിട്ട് തന്നെ കുറേ ജേർണലിസ്റ്റ് ഇവർ വരുത്തി കൊടുക്കുന്നു. അങ്ങനെ പുള്ളിയോട് ചോദിച്ചപ്പോഴാണ് അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളത് ഞാൻ ഇങ്ങനെ കേരളത്തിന് വരികയാണ്, മൂപ്പരെ കാണാൻ വേണ്ടിയിട്ട് മൂപ്പര് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരോട് പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അയാൾ ഇന്ന സ്ഥലത്ത് ആണ് പോയിട്ടില്ലെന്ന്. അങ്ങനെ അവിടെ ഇങ്ങനെ ഞാൻ 12 വീട് മാറ്റം കണ്ടുപിടിച്ചു. എല്ലാം ഈ ബുക്ക് സെല്ലർ കണ്ടിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ഇയാളെ ബന്ധം ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെയായിരുന്നു. അത് എനിക്ക് പിന്നീട് ഇവിടെ പ്രസിദ്ധീകരിച്ചു. അയാൾ സംബന്ധിച്ചു ഇവിടെ പ്രസിദ്ധീകരിച്ചു. ഇവിടെ വന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. കാരണം ഇത് ഒരുപാട് സാംസ്കൃതിക ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ ആളെ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു MP സദാശിവൻ MP സദാശിവൻ കറക്റ്റ്. അയാളൊരു റാഷണലിസ്റ്റാണ്. അയാളിപ്പോൾ തിരുവനന്തപുരത്തുകാരനായിരുന്നു. അക്കൗണ്ട് ജനറൽ ഓഫീസിലുണ്ട്. അയാൾ മരിച്ചുപോയി. ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻ ചെയ്ത ഒരാളാണ് അയാൾ. പിന്നെ അംബേദ്കറിൻ്റെ വോളിയം പിന്നെ ആഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്ത ഒരെണ്ണം അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പിന്നെ തളിക്കുളത്ത് ഒരു ആളുണ്ട്. അയാളുടെ പേര് പിന്നെ വളരെ ആദരണീയനായിട്ടുള്ളൊരു മുസ്ലിം സ്കോളറാണ് അയാൾ. അല്ല തളിക്കുളം. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇവിടെ തൃശ്ശൂർ പിന്നെ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ സ്ഥിരമായിട്ട് കാണുകയായിരുന്നു. എനിക്ക് നല്ല ബഹുമാനം തോന്നിയിട്ടുള്ള ആളാണ്. പല പരിപാടികളിലൊക്കെ ഉള്ള എനിക്ക് നല്ലത്. അങ്ങനെ ഞാൻ ഒരു ദിവസം യാദൃശ്യമായിട്ട് ഞാൻ സംസാരിക്കും മൂപ്പരുണ്ടായിരുന്നു. ആ മൂപ്പര് പറഞ്ഞു മുമ്പൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് പിന്നെ നിങ്ങൾ ചെയ്യുന്ന പോലെ സാധാരണ അതല്ല, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. സംസ്കൃതം അറിയുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാൾക്ക് വലിയ റേറ്റാണ്. അയാൾക്ക് പേജിന് പിന്നെ ഈ ഇത്തരം 40, 50, 60 മറ്റാണ് അല്ല. അപ്പം അതിനനുസരിച്ചിട്ട് പേജ് കൊടുക്കണം. അല്ല അത് നിങ്ങൾ പുസ്തകം കൊള്ളാൻ നിങ്ങൾ പറയാൻ നമുക്കത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൂപ്പർ പറഞ്ഞു. അത് പിന്നെ അതിനൊക്കെ ഇയാൾക്ക് പിന്നെ ഈ ട്രാൻസ്ലേറ്റർക്ക് പോകേണ്ട മൂപ്പർ തന്ന അഡ്വാൻസ് കൊണ്ട് കൊടുത്തു. അപ്പോൾ അത് പിന്നെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പ്രൂഫ് റീഡിങ്
വളരെ സങ്കീർണമാണ്. കാരണം ഈ സംസ്കൃതം ട്രാൻസ്ലേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് പ്രൂഫ് റീഡ് ചെയ്യണ ഒരു അങ്ങനെ പറ്റിയ ആളെ പ്രൂഫ് റീഡ് ചെയ്യാൻ കണ്ടുപിടിച്ചു പുള്ളി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രൂഫ് റീഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് പറയണം, ഞാനത് നോക്കിയിട്ട് ഇതിനൊരു പ്രസാധകൻ ഞാനായിരിക്കും, അതിനകത്ത് മാറ്റമൊന്നുമില്ല. കാരണം എനിക്കാണ് അയാൾ റൈറ്റ് തന്നിട്ടുള്ളത്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. പക്ഷേ വിതരണം നിങ്ങളുടെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വചനം ബുക്സ് എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്രി ചെയ്ത് കൂടി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എഡിറ്റിങ് പിന്നെ മാനുസ്ക്രിപ്റ്റൊക്കെ പിന്നെ പ്രൂഫൊക്കെ നോക്കിയൊക്കെ ഒക്കെ റെഡിയായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് പിന്നീട് വിവരം അറിയുന്നത് ഒരിക്കൽ കോഴിക്കോട് വന്ന സമയത്ത് അവരുടെ ഒരു ബുക്ക് സ്റ്റാളിൽ പ്രചരണത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു വെച്ചിരിക്കുകയാണ്. അല്ല, MP സദാശിവൻ ട്രാൻസ്ലേഷനുകളാണ്. അല്ല, ഈ പറഞ്ഞ പിന്നെ തളിക്കുളത്തുള്ള പിന്നെ മൗലവീൻ്റെ വചനം ബുക്സ് അവർ ഇത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നതിനും പബ്ലിഷർ അവരായി. അതായത് ഈ പ്രസാദ കുറിപ്പ് ഞാനത് എഴുതിയിട്ട് നോക്കി അതും കൂടെ ചെയ്തിട്ട് വേണം വെക്കാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞ പാർട്ടി ഇതൊന്നും പറയാതെ അവരെ തന്നെ പബ്ലിഷർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വിതരണത്തിന് പ്രിൻ്റ് ചെയ്തിട്ട് കോപ്പികൾ 100 കോപ്പികൾ വിതരണത്തിന് വെച്ചു. ഇതാണ് ഇതിനിടയിൽ പോലീസ് വിളിപ്പിക്കുകയുണ്ടായിരുന്നില്ല ഈ പുസ്തകങ്ങൾ. അത് പിന്നെ പോലീസ് വിളിപ്പിച്ച കേസ് പിന്നെ അംബേദ്കറിൻ്റെ റീഡിൽസ് ഓഫ് രാമനും കൃഷ്ണൻ പ്രതിക്കൂട്ടിൽ എന്നുള്ള പുസ്തകം. അപ്പോൾ അതിൻ്റെ കവറ് തന്നെ രാമനും കൃഷ്ണൻ ഈ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് അംബേദ്കർ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ചിത്രമാണ്. അത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ഏലമിലയാണ് എനിക്കത് ആ കവർ ഡിസൈൻ ചെയ്തു തന്നത്. അത് വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഇപ്പം ഫറോക്ക് ഇങ്ങനെയുള്ള പിന്നെ ലോക്കലായിട്ടുള്ള ഒരുപാട് ബുക്ക് സ്റ്റാളുകളിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇത് പ്രശ്നമാണ്, ഇത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പർ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ കൊടുത്തു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് പോലീസുകാർ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇയാൾ എന്നെ അഡ്രസ്സ് കൊടുത്തപ്പോൾ എന്നെ വിളിച്ചു. ഇത് കമ്മീഷണർ, അന്നൊരു നോർത്ത് ഇന്ത്യ എന്നുള്ളൊരു ലേഡി, ഒരു പട്ടത്തിയാണ് പോലീസ് ഓഫീസർ. അപ്പോൾ വിളിച്ചിട്ട് പിന്നെ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി, ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ ഈ രാജ്യത്ത് സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പിന്നെ പുസ്തകങ്ങളൊക്കെ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല മാഡം, അത് നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇത് കാര്യം പറഞ്ഞു. അത് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവായിട്ട് ഡോക്ടർ അംബേദ്കറിൻ്റെ വളരെ പ്രശസ്തമായിട്ടൊരു പുസ്തകമാണ്. അത് ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാധ്യതയാണെന്നുള്ള നിലക്ക്, ഒരു പൗരൻ്റെ കടമ എന്നുള്ള നിലക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടില്ല. അതിനകത്ത് വേറെ യാതൊരു പ്രശ്നമുള്ള പോലെ അങ്ങനെ ഒരു 3/4 മണിക്കൂർ അവരുമായിട്ട് ഡയലോഗ് വേണ്ടി വന്നു. അവസാനം അവർ പിന്നെ ജോലിയെ ബാധിച്ചിട്ടുണ്ട്. ഈ പ്രസാധന സംരംഭങ്ങളെ ജോലിയെ ബാധിച്ചിട്ടുണ്ടോ? ജോലി ഞാനിത് ഇങ്ങനെ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ പോകുമ്പോൾ എനിക്ക് ഇടയ്ക്കിടെ ഇത് കിട്ടും. പിന്നെ ഷോക്ക് കോസ് നോട്ടീസ് കിട്ടും, എന്നെ സസ്പെൻഡ് ചെയ്യും 2 കൊല്ലം 3 കൊല്ലം. അപ്പോൾ ആ സസ്പെൻഷൻ പീരീഡിൽ എനിക്ക് അലവൻസ് കിട്ടുന്നതുകൊണ്ട് ഞാൻ കഷ്ടിച്ച് കഞ്ഞി കുടിച്ചിട്ട് പോയിരുന്നു. അപ്പോൾ മിക്കവാറും സസ്പെൻഷനാണ്. അല്ലാത്ത സമയത്ത് എനിക്ക് ശമ്പളമില്ലാതെ ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ ഈ പുസ്തകങ്ങൾ വിതരണമൊക്കെ ആയിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ജാതി നിർമൂലനം എന്നൊരു കൃതി മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വിവിധ അതിനുശേഷം പിന്നീട് ജാതി നിർമൂലനം മഹാരാഷ്ട്രയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് പല കൃതികളും മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. ഇത് ഇത്രയും വർഷങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അംബേദ്കർ ചിന്തയെ അത് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രഭാകരേട്ടൻ വിചാരിക്കുന്നത്? എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ അന്നത്തെ ഇറങ്ങുന്ന കാലത്ത് ദലിത് മുസ്ലിം സൗഹൃദവും അതേപോലെ അംബേദ്കർ ചിന്തകളൊക്കെ പറയുമ്പോൾ അതിനോട് വളരെ പിന്നെ ഒരു കോമഡി ആയിട്ട് കണ്ടിരുന്ന ആളുകളൊക്കെ പിന്നീട് സീരിയസ് ആവുകയും പിന്നെ അംബേദ്കറിനെ പിന്നെ പിന്നെ കൂടുതൽ പിന്നെ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് പിന്നെ ഞാൻ ദലിതരുടെ മിക്കവാറും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ദലിത് മീറ്റിങ്ങുകളിലും ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയുള്ള സംസാരങ്ങൾ, അവരുടെ നേതാക്കളുടെ പ്രഭാഷണങ്ങൾ, അവരുടെ പ്രതികരണങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരൊരിക്കലും അംബേദ്കറിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതായത് അംബേദ്കർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇൻ്റലിജൻസിനെ വളരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ളൊരു മഹാനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദൈക്ഷണിക ലോകം മലയാളിക്ക് അതിൽ 47-ന് ശേഷം പരിചയമില്ല എന്ന് അങ്ങനെ
അങ്ങനെയാണോ? അങ്ങനെ യഥാർത്ഥത്തിൽ അതിനൊരു തുടർച്ചയില്ല. അല്ല, പറയുന്നത് വെച്ചാൽ അങ്ങനെ പരിചയമില്ല എന്നുള്ളതല്ല, അങ്ങനെ അപൂർവം പേര് അത് അറിയുന്നവരുണ്ടായിരുന്നു, അവരങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പിന്നെ അദ്ദേഹത്തിനുണ്ടല്ലോ, പിന്നെ MLA ആയിരുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ടി കെ വടുതല പിന്നെ 70കളിൽ അദ്ദേഹത്തിന് ബാബാ സാഹിബിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ട് ലേഖനങ്ങളുടെ ഒരു കളക്ഷൻ ഇറക്കിയിട്ടുണ്ട്. 71 75 മറ്റാണ് തന്നെ ഓർമ്മ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് സ്വാഭാവികമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിൻ്റെ, അതായത് സാധാരണ ദലിത് സമൂഹത്തിനിടയിൽ അങ്ങനെ ഒരു അറിവ് അംബേദ്കർ എന്നുള്ളൊരു മനുഷ്യനുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയുമായിരുന്നില്ല. അപൂർവം ട്രാൻസ്ലേഷന് ശേഷമാണ് വരുന്നത്. അതെ, ട്രാൻസ്ലേഷന് ശേഷം മാത്രമല്ല, ഇതോടനുബന്ധിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പിന്നെ ലീഫ്ലെറ്റുകളുണ്ടല്ലോ, വലിയ പങ്ക് വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും 5000 പഠിക്കും. അങ്ങനെ ഞാനൊരു 30-40 തവണയെങ്കിലും ഞാനിത് അടിക്കും. അത് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലും, ബസ് സ്റ്റോപ്പുകളിലും, മീറ്റിങ്ങുകളിലും, റെയിൽവേ സ്റ്റേഷനുകളിലും എവിടെ പോകുമ്പോൾ അന്ന് എനിക്ക് ഒരുതരം പിന്നെ എന്താ പറയുന്നത്, ഐ വാസ് മാഡ് ആഫ്റ്റർ ഇറ്റ്. വേറെ ഒരു ചിന്തകളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എൻ്റെ വ്യക്തി ജീവിതമോ കുടുംബമോ അങ്ങനെ ഒന്നും എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഒരുതരം ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ള അങ്ങനത്തെ ഒരു ലൈഫ് അതെന്താണെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ആദ്യം ചോദിച്ച തുടക്കത്തിൽ ഞാൻ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് പിന്നെ ഇസ്ലാം ഞാൻ പറഞ്ഞ പിന്നീട് ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള പെരിയാറിൻ്റെ ഇത് വന്നതിന് ശേഷമുള്ള വായനകൾ, പിന്നെ ഈ വീട്ടിയാറിൻ്റെ പിന്നെ ആയിട്ട് സമ്പർക്കം, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, ഇതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എന്നെ സാധിച്ചു. പിന്നെ മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളിൽ പിന്നെ കൂടുതൽ മനുഷ്യത്വവും സാഹോദര്യവും വിശ്വസ്തതയും ഒക്കെ എനിക്ക് അനുഭവപ്പെട്ടത് മുസ്ലിങ്ങളിൽ നിന്നാണ്. അതുപോലെ മറ്റാരും ഒന്നും കിട്ടിയിട്ടില്ല. മറ്റെല്ലാവരും എനിക്ക് പിന്നെ ഈ ഏഴവരുടെയിൽ എനിക്ക് വളരെ ആത്മബന്ധങ്ങളുണ്ടായിരുന്നു, ദലിതരുടെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ മുസ്ലിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീല് എനിക്ക് മറ്റാരിൽ നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ പ്രായത്തിൽ അവർ ഇംബൈബ് ചെയ്യുന്ന ഇസ്ലാമിക് വാല്യൂസാണ്, മൂല്യങ്ങളാണ് അവരെ പിന്നെ ആ മൂല്യങ്ങളാണ് എന്നെ പിന്നെ ഇതേക്കുറിച്ച് അറിയാൻ കൂടുതൽ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന മെറ്റീരിയൽ ഈ ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിലെ ഇസ്ലാമിക് ഹിസ്റ്ററി പിന്നെ പഠിക്കാൻ എനിക്ക് പിന്നെ പ്രചോദനം അത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി യൂത്ത് സെൻ്ററിലെ കോയ സാഹിബ് ഉണ്ടാക്കിയിട്ടുള്ള ലൈബ്രറിയാണ്. അത് വളരെ റിച്ച് ലൈബ്രറി ആയിരുന്നു. ഇസ്ലാമിക് ആംഗിളിൽ വളരെ സമ്പന്നമായ ലൈബ്രറിയാണ്. കേരളത്തിൽ നിരവധി ലൈബ്രറികളുണ്ടെങ്കിലും വിഷയത്തിന് വിവിധ പിന്നെ രാജ്യങ്ങളിലുള്ള ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് പഠിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല കളക്ഷൻ ഉള്ളത്. പിന്നെ ഏത് വർഷമാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഞാൻ 2003 ഫോർമലായിട്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ ഞാനൊരു മുസ്ലിമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിരുന്നു. വർഷങ്ങളായിട്ട് ഞാൻ നോമ്പ് നോക്കുകയും പിന്നെ മുസ്ലിങ്ങളോടൊപ്പം അവരുടെ പരിപാടികൾ, ഇപ്പോൾ മീനാക്ഷിപുരം കൺവേർഷൻ്റെ പരിപാടിയിലൊക്കെ കൂടെ ഞാൻ ടീമായിട്ട് ഞാനിവിടുന്ന് പോയിട്ടുണ്ട്. ഔസാഫിൻ്റെ ഫാദർ ഡോക്ടർ അബൂബക്കറിൻ്റെ കൂടെ ടീമായിട്ട് ഞങ്ങൾ 5-8 പേര് ഒരാഴ്ചക്കാലം മീനാക്ഷിപുരത്ത്. അതിന് മുമ്പേ യുക്തിവാദിയായിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാമിന് പിന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ദലിതരുടെ പരിപാടികൾ ധാരാളം ഞാൻ പിന്നെ പ്രസംഗിക്കാറുണ്ട്. അതിൻ്റെ പേരിൽ നിരവധി ദലിതർ ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. പിന്നീട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പിന്നെ പല പരിപാടികളിലും എൻ്റെ ടോക്ക് കഴിഞ്ഞ് വരുമ്പോൾ പുറത്തുനിന്ന് പിന്നെ ചില പ്രൊവാറ്റോ ഓർമ്മയെടുത്ത് ഞാൻ താടിയും തുപ്പിയൊക്കെ വെച്ചിട്ട് ആളെ മനസ്സിലാവില്ലല്ലോ, ബാലകൃഷ്ണനാണ് അല്ലെങ്കിൽ രാമേന്ദ്രനാണെങ്കിൽ പറഞ്ഞിട്ട് ഓരോരുത്തർ പിന്നെ പരിചയപ്പെടും. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ രസകരമായി തോന്നിയിട്ടില്ല അനുഭവങ്ങൾ. കാരണം നമുക്ക് കുറേ പേരെ ചിന്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് പിന്നെ വലിയൊരു കാര്യമായിട്ട്. ഇപ്പം അന്ന് മുമ്പേ പിന്നെ ഭൗതിക മണ്ഡലത്തിൽ വളരെ പരിമിതമായ ആളുകളുടെ ഇടയിൽ അംബേദ്കറിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കുറിച്ചിട്ടും അറിവുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യാതൊരു സംശയമില്ല. ഇപ്പോൾ ടി കെ നാരായണൻ സാർ തന്നെ അന്ന് പിന്നെ നേരിട്ട് അംബേദ്കറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നല്ലോ. അപ്പം അങ്ങനെ കുറച്ച് പേരുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ചിന്ത സാധാരണ ദലിതരുടെ ഇടയിൽ, സമൂഹത്തിനിടയിൽ അംബേദ്കറിനൊക്കെ അറിയുമായിരുന്നില്ല. ആ ഒരു ട്രെൻഡ് സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ പ്രവർത്തനത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകളിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ഞാൻ ഓരോ ഫോൾഡർ അടിക്കുമ്പോഴും അതിനകത്ത് എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും അയക്കുക. എനിക്ക് ഒരു ബോക്സ് ഞാനിവിടെ പോസ്റ്റ് ഓഫീസിൽ ഒരു ബോക്സിന് വെച്ചിട്ട് അതിൻ്റെ അകത്താണ് 10, 100, 150 കത്തുകൾ ഓരോ പ്രാവശ്യം ബോക്സ് തുറക്കുമ്പോഴും 100, 150 പിന്നെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടാറുണ്ട്.
ശരിക്കും മലയാളത്തിൽ അംബേദ്കറിന് ഒരുപാട് അവകാശികളുണ്ടല്ലോ. എല്ലാ സമുദായങ്ങളിൽ നിന്നും എല്ലാ ചിന്താധാരകളിൽ നിന്നുള്ള. അതെ അതെ അതെ. അപ്പോൾ അംബേദ്കറിനെ പരിചയപ്പെടുത്താൻ എനിക്ക് ആദ്യം ഒരു മുസ്ലിമിനാണ് പരിചയപ്പെടുത്താൻ വായിച്ചത്. അത് പിന്നെ നമ്മളെ റിയാലും. രണ്ടാമത് പിന്നെ വാസുവേട്ടനാണ്. വാസുവേട്ടന് അംബേദ്കറിനെ കുറിച്ചിട്ട് ഞാൻ നിരന്തരമായിട്ട് അങ്ങനെ കൂടെ താമസിക്കുകയും ഒരുപാട് ഇൻറ്ററാക്ഷൻ ചെയ്തിട്ട് അങ്ങനെയുള്ള അംബേദ്കറിനെ കുറിച്ചിട്ടൊരു മൂപ്പർക്കൊരു കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുന്നതിൽ എനിക്ക് വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് അതെ അതെ അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അനീലേഷൻ ഓഫ് കാസ്റ്റ് അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്തു. അതിൽ പിന്നെ പ്രസാദ കുറിപ്പിൽ എന്നെ കുറിച്ചിട്ട് പുള്ളി പറയുന്നുണ്ട്. ഞാനത് കണ്ടു അത് ഒരു പ്രാവശ്യം. പിന്നെ വേറൊരു മുസ്ലിമിനെ അംബേദ്കറിനെ പരിചയപ്പെടുത്താൻ സാധിച്ചത് നമ്മളെ അബ്ദുൽ നാസർ മദനിനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നെ വ്യക്തിജീവിതം ദുരന്തമായെങ്കിലും അത് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് കൊല്ലത്ത്, പിന്നെ എൻ്റെ ഈ പരിപാടി പുസ്തകങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് കൊല്ലത്തൊരു വലിയ ഒരു മേജർ സമ്മേളനം നടക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ഞാൻ എല്ലാ മുസ്ലിം ദലിത് പരിപാടി പോകുമ്പോഴും പുസ്തകം വിൽക്കുന്നതിനിടയിൽ പ്രസംഗം ശ്രദ്ധിക്കും, നേതാക്കളുടെ പ്രസംഗം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾ ഈ റിയലി മീനിറ്റ് ഒരു പിന്നെ മെറ്റലുള്ള കക്ഷിയാണ് പോയപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. പരിപാടി തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിചയപ്പെടുത്തിയപ്പോൾ എന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അംബേദ്കറിനെ കുറിച്ച് പറഞ്ഞു, വി ടി രാജശേഖരനെ കുറിച്ച് പറഞ്ഞു. അതും എൻ്റെ കയ്യിലുള്ള ലഘുലേഖകളൊക്കെ പിന്നെ മൂപ്പർക്ക് കൊടുത്തു. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ നമുക്ക് ഇവിടെ തങ്ങിയിട്ട് പോകാം. അങ്ങനെ ഒരു ദിവസം പുള്ളിയുടെ കൂടെ തങ്ങി ഞാൻ. അങ്ങനെ അത് പിന്നെ പലപ്പോഴും പിന്നെ 2-3 ദിവസം തുടർച്ചയായിട്ട് പുള്ളിയുടെ കൂടെ തങ്ങാൻ തുടങ്ങി. അങ്ങനെ പുള്ളി പിന്നീടുള്ള പരിപാടികളിൽ എന്നെയും വിളിക്കാൻ തുടങ്ങി. ഇവരുടെ പരിപാടികളിൽ വേദിയിൽ അരമണിക്കൂർ ഞാനങ്ങ് സംസാരിക്കും. അങ്ങനെ പിന്നെ ഈ മുസ്തദഫീൻ എന്നുള്ള നമ്മുടെ BTR മുന്നോട്ട് വെച്ചുള്ള ഈ ആശയം അത് പുള്ളി ശരിക്കും ടേക്കപ്പ് ചെയ്തു, സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്തു. അപ്പോൾ ആദ്യകാലത്തുള്ള ഈ പരിപാടിയിലൊക്കെ തന്നെ പുള്ളി എൻ്റെ പേര് പ്രസംഗത്തിൽ ഇപ്പം പറയുമായിരുന്നു. അംബേദ്കറിനെ പിന്നെ BTRനെ പരിചയപ്പെടുത്തി. അങ്ങനെ അത് പിന്നെ ഈ PDP എന്നുള്ള പാർട്ടി രൂപീകരണത്തിലേക്ക് അവരെത്തി. ഒരിക്കലും പുള്ളിനെ പിടിച്ച് CPM-കാരെ പിടിച്ച് ജയിലിൽ, കോയമ്പത്തൂർ ജയിലിലിട്ടല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹത്തിനെ കാണാൻ പോയി. ഇവിടെയുള്ള പാർട്ടിക്കാർ 4-5 പേര് കൂടിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കാണാൻ പോയി. അപ്പോൾ അങ്ങനെ കാണാൻ പോയ സമയത്ത് കോയമ്പത്തൂർ ജയിലിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കക്ഷിയിലോട്ട് മൂപ്പർ പരിചയപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഇങ്ങനെ അറിയോ, എന്നെ അറിയുമെന്ന് ചോദിച്ചു. കൂടെ പിന്നെ അറിയാം, നമ്മളിപ്പം പ്രഭാകരനിപ്പം ആർക്കും അറിയാത്ത, അതല്ലാതെ ഈ ചങ്ങായി കാരണമാണ് ഞാൻ അകത്ത് കിടക്കുന്നത്, മൂപ്പരിപ്പം പുറത്ത് തന്നെ. കേരളത്തിനൊരു ചരിത്രം, രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങളാണ് പ്രഭാകരേട്ടൻ നമ്മളോട് ഇട്ടുതന്നെ വിശദീകരിച്ചത്. വളരെ വാല്യുബിളായിട്ടുള്ളൊരു ജീവിതം, വാല്യുബിളായിട്ടുള്ള ഒരു യാത്ര അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ഇതിലേക്ക് ഇനിയും ധാരാളം ചെയ്യാൻ കഴിയട്ടെ. വളരെ